ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ബലിപെരുന്നാളായി. ഓർക്കണേ, ഒരു കുടുംബത്തിന്റെ ത്യാഗമാണ് നമ്മൾ സ്മരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ സുഖലോലുപതയല്ല, ഒരു കുടുംബത്തിന്റെ ആർഭാടകരമായ ജീവിതമല്ല, ഒരു കുടുംബത്തിന്റെ അധികാരാരോഹണവുമല്ല, ഒരു കുടുംബത്തിന്റെ അഗ്നി പരീക്ഷണങ്ങളെ അതിജീവിച്ച അത്യുന്നതമായ ത്യാഗോജ്വലമായ പരീക്ഷണാത്മകമായ ജീവിതത്തിന്റെ ഓർമ്മകളും അനുസ്മരണവുമാണ് നമ്മളിവിടെ ആയവർക്കുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കുടുംബം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇബ്രാഹിം, ഇസ്മായിൽ, ഹാജറ, ആ കുടുംബം, അവരുടെ സ്മരണകളാണ് ബലിപെരുന്നാളും ഹജ്ജുമൊക്കെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ കുരുത്തതാണ്. തീയിൽ കുരുത്തത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാണ്. കാരണം അഗ്നി പരീക്ഷണം എന്നുള്ള വാക്കുകളെ പൂർണ്ണമായ ഭാഷാർത്ഥത്തിൽ തന്നെ അർത്ഥവത്താക്കിക്കൊണ്ടാണ് അദ്ദേഹം അഗ്നിയുടെ പരീക്ഷണത്തിലൂടെ വിജഗീഷുവായി അദ്ദേഹം രംഗത്ത് വരുന്നത്. വയസ്സ് 16 സമയം ബാബിലോണിയൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ തിട്ടൂരത്തിന്, അദ്ദേഹത്തിന്റെ ദൈവവാദത്തിന് കീഴ്പ്പെട്ടു കൊടുക്കാതെ ഒരു പൂജാരി കുടുംബത്തിൽ പറഞ്ഞ പിതാവ് പൂജാരി ആസർ, അവിടെ വിഗ്രഹ നിർമ്മാണമായിരുന്നു തന്റെ ഉത്തരവാദിത്വം, ജോലി. പക്ഷേ അതിന്റെ കാപട്യവും അർത്ഥശൂന്യതയും ഉൾക്കൊണ്ട് ശിർക്കിന്റെ അയുക്തികത ബോധ്യപ്പെട്ട് അദ്ദേഹം ശിർക്കിനെ ചോദ്യം ചെയ്തു, ബിംബങ്ങളെ ചോദ്യം ചെയ്തു, വിഗ്രഹാരാധനയെ ചോദ്യം ചെയ്തു. മാത്രമല്ല, പ്രധാന ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ തച്ചുടച്ചു. അവരുടെ അയുക്തികത, ശിർക്കിന്റെ ബഹുദൈവാരാധനയുടെ യുക്തിരാഹിത്യം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ അതിന് കോടതി വിധിച്ചതോ രാജദർബാർ വിധിച്ചതോ അത് അഗ്നിയിലേക്ക് തീയിട്ട് കരിക്കുക എന്നുള്ളതാണ്. അഗ്നികുണ്ഡങ്ങൾ ഒരുക്കി ജനങ്ങൾ മുഴുവനും പറഞ്ഞു അവനെ കരിച്ചു കളയണം. പൊതുബോധം, അധികാര നേതൃത്വം, ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥ വൃന്ദം, പൊതുജനം, പൊതുബോധം എല്ലാം ഇബ്രാഹിമിനെതിരെയാണ്. സ്ത്രീകൾ സുഖപ്രസവത്തിന് വേണ്ടി അഗ്നികുണ്ഡത്തിലേക്ക്, തീകുണ്ടാരത്തിലേക്ക് വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്നിട്ടു. അങ്ങനെ വലിയ തീകുണ്ടമൊരുക്കി ആ തീകുണ്ടത്തിലേക്ക് എറിയപ്പെടുന്ന നിമിഷം 16-കാരനായ ഇബ്രാഹിം അന്ന് പതറിയില്ല, ചഞ്ചലചിത്തനായില്ല. രാജാധികാരത്തിന്റെ മുന്നിൽ മാപ്പെഴുതി കൊടുത്തില്ല. ആർജവത്തോടുകൂടി താൻ ചെയ്ത ചെയ്തിയെ ന്യായീകരിച്ചുകൊണ്ടും അവരുടെ ആരാധനാ രീതികളെ, വിശ്വാസങ്ങളെ, പ്രത്യയശാസ്ത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ടും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, കൗമാരം പിന്നിട്ടിട്ടില്ലാത്ത ഇബ്രാഹിം പക്വമായ 40ന്റെ പക്വത പ്രദർശിപ്പിച്ചുകൊണ്ട് രാജാധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. അഗ്നികുണ്ഡമാണ് വിധിച്ചിട്ടുള്ളത്. അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ മാലാഖമാര് ദുഃഖിച്ചു. പക്ഷിപറവാദികൾ ദുഃഖാർത്തരായി വട്ടമിട്ട് പറന്നു. ആ സമയം കത്തിക്കാളുന്ന, കത്തിജ്വലിക്കുന്ന പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്ന ഏറ്റവും ഭീകരമായ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്ന നിമിഷം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ല ഇബ്രാഹിം എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൗമാരം പിന്നിടാത്ത ഇബ്രാഹിം എന്ന കൊച്ചുബാലൻ പറയുകയാണ്, താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമില്ല, എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണമെന്ന് പറഞ്ഞപ്പോ എന്റെ അവസ്ഥ നന്നായിട്ട് അറിയുന്നവനാണ് എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല. ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ. പ്രാർത്ഥന അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നായിരുന്നില്ല, പ്രാർത്ഥന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നായിരുന്നില്ല, പ്രാർത്ഥന ഭരണാധികാരത്തിന്റെ ഏകാധിപത്യത്തിന്റെ ദണ്ഡിൽ നിന്ന് തന്നെ മോചിപ്പിച്ച് സുരക്ഷിതമാക്കണമെന്നല്ല. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ. അങ്ങേറ്റത്തെ പ്രവാചകത്വത്തിന്റെ ആദർശപരമായ, വിശ്വാസപരമായ ദൃഢതയുടെ അതിജ്വലമായ മന്ത്രോച്ചാരണം അദ്ദേഹത്തിന്റെ ഹൃത്തടങ്ങളിൽ നിന്ന് ആ ഹസ്ബുനുള്ള ചുണ്ടുകളിൽ മാത്രമല്ല, മാംസത്തിലും മജ്ജയിലും രക്തത്തിലും ധമനികളിലും ശിരകളിലും അങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടില്ല ഹസ്ബുനല്ല. ആ ഹസ്ബുനല്ലയാണ് പുറത്തേക്ക് വന്നത്. ഹസ്ബി അല്ലാഹ് എന്ന് വിളിച്ചപ്പോ റബ്ബ് പറഞ്ഞു, കത്തിക്കാളുന്ന ദിവസങ്ങളോളം കത്തിച്ച അഗ്നികുണ്ഡത്തെ നോക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തണുപ്പാവണം, ഇബ്രാഹിമിന് സമാധാനമായിട്ട് മാറണം. അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ മുഖത്ത് ഭാവവ്യത്യാസങ്ങളില്ല, ഭയവിഹ്വലതകളില്ല. സധൈര്യം അദ്ദേഹം
നേരെ എടുത്തെറിയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അഗ്നികുണ്ഡത്തിലേക്ക് റബ്ബിന്റെ മുന്നിൽ, റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെടുമെന്ന്. ആ സമയം ഈ കൊച്ചുബാലൻ ഒരിക്കലും പ്രതീക്ഷയില്ല, ഞാൻ ശീതള ചായയിൽ നിന്ന് എയർ കണ്ടീഷൻ റൂമിലേക്ക് എറിയപ്പെട്ട് അവിടെ എണീറ്റ് വരുന്നത് പോലെ സുസ്മേരവദനായിട്ട് ഇറങ്ങി വരും എന്നുള്ള പ്രതീക്ഷയില്ല. കത്തിക്കരിഞ്ഞു പോവുകയാണ്. തൗഹീദിന് വേണ്ടി ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിൽ, ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെയുള്ള സമരത്തിൽ വെന്തെരിഞ്ഞാലും ശരി അത് ദൈവികമായ മാർഗത്തിലുള്ള സമർപ്പണമാണ് എന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം എടുത്തെറിയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹു ആ പുകച്ചുരുളുകൾ ഉയരുന്ന ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് കാർമേഘ കീറുകൾക്കിടയിലൂടെ പൂർണ്ണ പൗർണമി പ്രത്യക്ഷപ്പെടുന്നത് പോലെ ജനക്കൂട്ടത്തിനിടയിലേക്ക് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് സുസ്മേരവദനായി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ലോകം അത്ഭുതപ്പെടുകയാണ്. ജനങ്ങൾ അത്ഭുതപരതന്ത്രരാവുകയാണ്. രാജാവിനല്ല അധികാരം, രാജാവിനല്ല ദൈവികത്വം, ഇബ്രാഹിമിന്റെ ദൈവത്തിനാണ്, ഇബ്രാഹിമിന്റെ റബ്ബിനാണ് ദിവ്യത്വമുള്ളത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. പക്ഷേ അടിമകളായ ജനങ്ങളുണ്ടോ ദീന് പുൽകാൻ സന്നദ്ധമാകുന്നത്? അവരടിമപ്പാളയത്തിലാണ്. ഏകാധിപതികൾക്കുണ്ടോ മനമാറ്റം ഉണ്ടാകുന്നത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാബിലോണിനോട് വിട പറയേണ്ടി വന്നു. ചുരുക്കട്ടെ സഹോദരങ്ങളെ, ആ കുടുംബത്തെ വിസ്മരിക്കരുത് നമ്മൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ ഒരിക്കലും മറക്കരുത്. ഹാജറയെ മറക്കരുത്, ഇസ്മായിലിനെ മറക്കരുത്. അവര് ത്യാഗത്തിന്റെ പ്രതീകങ്ങളാണ്. നോക്കണേ, വിജനമായ ഒരു സ്ഥലത്ത് തന്റെ വാർദ്ധക്യത്തിന്റെ ഘട്ടത്തില് തനിക്കുണ്ടായ പിഞ്ചു പൈതൽ, ഹാജറയിലൂടെ ഉണ്ടായ മകൻ, ആ മകന് വിജനമായ മക്ക എന്ന ഹിംസ്രജന്തുക്കളുള്ള ക്ഷുദ്രജീവികളുള്ള വിജനമായ ജലകണികകൾ കണി കാണാൻ പോലും പറ്റാത്ത ജലശൂന്യമായതുകൊണ്ട് തന്നെ ഫലശൂന്യമായ മനുഷ്യരഹിതമായ ജലശൂന്യമായ ആ മരുപ്പറമ്പിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ആൾ സഞ്ചാരമില്ലാത്ത, ആകാശത്ത് പക്ഷിപ്പറവകൾ വട്ടമിട്ട് പറക്കുന്നില്ല, ജന്തുജാലങ്ങളില്ല. കാരണം വെള്ളമില്ലാത്ത മരുപ്പറമ്പാണ്, ഊഷരഭൂമിയാണ്. ആ ഊഷരഭൂമിയിലേക്കാണ് ഏകാന്തരായി ഒറ്റക്ക് തനിച്ചാക്കിക്കൊണ്ട് ഇബ്രാഹിം തിരിച്ചു പോകുന്നത്. ആ സമയത്തൊരു ചോദ്യമുണ്ട്. ദുർബല അബലയം വിശേഷിപ്പിക്കപ്പെടുന്ന പെണ്ണിന്റെ ചുണ്ടിൽ നിന്നൊരു ചോദ്യം. ഇത് റബ്ബിന്റെ കൽപ്പനയാണ്. അതെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പം റബ്ബിന്റെ കൽപ്പനയാണോ എങ്കിൽ ഞാനും എന്റെ പൈതലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇവിടെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. വെള്ളം കിട്ടാതെ കട്ടപ്പെട്ടപ്പോൾ, കുട്ടി വാവിട്ട് കരഞ്ഞപ്പോൾ, തൊണ്ട വരണ്ടു പോയപ്പോൾ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വേടാമ്പലിനെ പോലെ കേടുന്ന ആ സന്ദർഭത്തിൽ തന്റെ പിഞ്ചോമനയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സഫ എന്ന കുന്നിന്റെ, മറുവ എന്ന കുന്നിന്റെ ഇന്നത്തെ മാർബിൾ പതിച്ച സഹ്യന്റെ മനോഹരമായ ശീതീകരിച്ച ഇടമല്ല, മേൽക്കൂരയുള്ള ഇടയമല്ല. ആകാശത്ത് മേപ്പോട്ട് നോക്കിയാൽ ആകാശം മാത്രം, ചുറ്റുഭാഗത്ത് നോക്കിയാൽ ഒരു മനുഷ്യന്റെ, ഒരു ജന്തുവിന്റെ, ഒരു ജീവന്റെ തുടിപ്പ് പോലും ഇല്ലാത്ത സഫാ മറവ. ആ കുന്നുകളുടെ മുകളിലേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും 7 വട്ടം ചെന്ന് നോക്കിയത്. എവിടെയെങ്കിലും ആരെങ്കിലും കാണോ? എവിടെയെങ്കിലും ഒരു വെള്ളത്തിന്റെ കണിക, ഒരു ജലകണിക എങ്കിലും എന്റെ കുഞ്ഞിന്റെ തൊണ്ടയിലൊന്ന് ഉറ്റിച്ചു കൊടുത്തിട്ട് അവന്റെ രോദനം, അവന്റെ ജീവനൊന്ന് സംരക്ഷിക്കാൻ വേണ്ടി കിട്ടുമോ എന്നുള്ള. സഹോദരിമാരെ, സഹോദരങ്ങളെ, അന്ന് ഹാജർ ഓടിയില്ലേ, സഅയ് നടത്തിയില്ലേ? അവിടെയാണ് മറക്കാത്ത ജീവനുള്ളത്. അവിടെയാണ് ആരുടെ ഓർമ്മകൾ? അത് ഹാജറയുടെ ഓർമ്മകളാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ഓർമ്മകൾ. അന്ന് ഒറ്റക്ക് എന്നിൽ തവക്കുൽ ചെയ്ത് ഹാജറ അങ്ങോട്ടും ഇങ്ങോട്ടും സഫയുടെയും, എവിടെ ഏതോ ഒരു കുന്ന്, ഏതോ ഒരു ചെറുമല, അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ? അവിടെ അന്ത്യലോകം, അന്ത്യനാൾ വരെയുള്ള മനുഷ്യരെ നിങ്ങൾ ഹാജറയെ ഓർത്തുകൊണ്ടേയിരിക്കണം, അനുസ്മരിക്കണം. ഇടതടവില്ലാതെ, സെക്കൻഡുകൾ വ്യത്യാസമില്ലാതെ ജനലക്ഷങ്ങൾ ഇന്ന് സഅയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സഅയ് എന്ന നടത്തുന്ന മലയെ അല്ലാഹു ദീനിന്റെ അടയാളമാക്കി വെച്ചു. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സൂറത്തുൽ ബഖറ 158. സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, അടയാളങ്ങളിൽപ്പെട്ടതാണ്. അവിടെ എന്ത് സംഭവിച്ചു? ഹാജറയുടെ കാൽപ്പാടുകളുണ്ട്, ഹാജറയുടെ പാദസ്പർശനമുണ്ട്, ഹാജറയുടെ ത്യാഗമുണ്ട്, ഹാജറയുടെ തവക്കുലുണ്ട്, ഹാജറയുടെ ദൃഢവിശ്വാസമുണ്ട്, ഹാജറയുടെ യഖീനുണ്ട്.
അത് എന്നെന്നും അനുസ്മരിക്കപ്പെടണം. അതൊരിക്കലും ചരിത്രത്തിന്റെ ശ്മശാനത്തിലേക്ക് കുടിച്ചു മൂടപ്പെടാൻ പാടില്ല. അത് ഹാജറയാണ് എന്നതുകൊണ്ട് ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. എവിടെ ത്യാഗം ചെയ്യുന്നു, ആണാവട്ടെ പെണ്ണാവട്ടെ, കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ, ആര് ത്യാഗം ചെയ്യുന്നുവോ അവരാണ് സ്മരിക്കപ്പെടുക. ആര് സുഖലോലതയിൽ ജീവിക്കുന്നുവോ അവരെല്ലാം ഓർക്കപ്പെടുക എന്നെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. അവിടെയാണ് സംസം. ആ സംസമിന്റെ പ്രതീക്ഷ ഒരിക്കലും ഹാജറക്കില്ലല്ലോ. അവിടെയൊരു സംസം ഉറവ പൊട്ടുമെന്ന്, അനർഗളമായി നിർഗളിക്കുമെന്ന്, ലോകാന്ത്യം വരെ തീർത്ഥജലമായി മാറുമെന്ന്, ലോകത്തെ കോടാനക്കോടി മനുഷ്യരുടെ വീടുകളിലേക്ക് വീടകങ്ങളിലേക്ക് തീർത്ഥജലമായി അനർഗളമായി നിർഗളിക്കുന്ന ജലത്തിന്റെ ഉത്ഭവ പ്രഭവ കേന്ദ്രമായി മാറുമെന്ന് ഒരിക്കലും ഹാജറ വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ സമയത്തല്ലേ ത്യാഗത്തിന്റെ പ്രതിഫലം എന്ന നിലയിൽ അടങ്ങാത്ത ഒടുങ്ങാത്ത ജലത്തിന്റെ അനർഗളമായ പ്രവാഹമായി സംസം വറ്റിയിട്ടില്ല. ഇന്നവരെ വറ്റിയിട്ടില്ല. അവിടെയുള്ളവർക്കും പുറത്തുള്ളവർക്കും ജനകോടികൾക്കും തീർത്ഥജലമായി, ആശ്വാസമായി, ശിഫായി, ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങൾക്കും സുന്നത്തായ ജലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസം നൽകിയില്ലേ? അത് ത്യാഗത്തിന്റെ പ്രതിഫലമാണ്. ത്യാഗത്തിന് മാത്രമാണ് ശാശ്വതമായ പ്രതിഫലമുള്ളതെന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. അവസാനം നിങ്ങൾക്ക് അറിയില്ലേ, ഈ പിഞ്ചു പൈതലിനെയാണ് ഗളച്ഛേദം നടത്താൻ പറഞ്ഞത്. 7 വയസ്സുള്ള സമയത്താണ്. 7 വയസ്സുള്ള സമയത്താണ് ഈ പിഞ്ചു പൈതലിന്റെ, അല്ലെങ്കിൽ കൗമാരം വിട്ട് മാറാത്ത, ബാല്യം വിട്ട് മാറാത്ത ഈ കുട്ടിയുടെ കണ്ഠത്തിൽ കഠാര വെച്ചുകൊണ്ട് ഗളച്ഛേദം നടത്തണമെന്ന് റബ്ബിന്റെ കൽപ്പനയുണ്ടായപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് ആറ്റുനോച്ചുണ്ടായ വാർദ്ധക്യത്തിലെ തന്റെ കരളിന്റെ കഷ്ടത്തോട് കരള് പറിച്ചു കൊടുക്കണമത്രേ റബ്ബിന്. ജീവൻ പറിച്ചു കൊടുക്കണമേ എന്നാണ് പറയുന്നത്. സ്വന്തത്തെ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ പൈതലിന്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കുമ്പോ ആ പൊന്നോമനയുടെ കഴുത്തിൽ എങ്ങനെ കത്തിവെക്കാനാണ് സഹോദരങ്ങളെ ഒരു പിതാവിന്റെ കയ്യിറക്കുമോ? പക്ഷേ റബ്ബിന്റെ കൽപ്പനയാണ്, പൊന്നുമോനെ നിന്റെ കഴുത്തിൽ കത്തിവെക്കണമെന്ന്, നിന്റെ കഴുത്തറുക്കണമെന്ന് എന്റെ റബ്ബിന്റെ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞപ്പോ ആ 7 വയസ്സ് പിന്നിടാത്ത, ആ ബാല്യം പിന്നിടാത്ത പൊന്നുമോനെന്ത് പറഞ്ഞെന്നറിയുമോ? പ്രവാചകത്വത്തിന്റെ ലക്ഷണം വന്ന് തന്നെ അത് കാണിച്ചു. ദൃഢമായ വിശ്വാസത്തോടു കൂടി പറയുകയാണ്, യാ അബതി ഫഅൽ മാ തുഅ്മർ. എന്റെ പിതാവേ, റബ്ബന്ത് കൽപ്പിച്ചോ അത് ചെയ്യുക. റബ്ബന്ത് കൽപ്പിച്ചോ നിസ്കരിക്കാനല്ല, നോമ്പ് നോക്കാനല്ല, എവിടെയെങ്കിലും പോയി വരാനല്ല, തന്റെ കഴുത്തിൽ കഠാര വെച്ച് മൂർന്നുകൊണ്ട് തന്റെ ഗളച്ഛേദം നടത്തി ഉടലും കഴുത്തും തലയും 2ആക്കി മാറ്റണമെന്ന നിർദ്ദേശം. എത്ര ശാന്തമായിട്ടാണ് അതിനെതിരെ പ്രതികരിച്ചത്. യാ അബതി ഫഅൽ മാ തുഅ്മർ, പിതാവേ ചെയ്തു കൊള്ളുക, റബ്ബിന്റെ കൽപ്പന ശിരസാ വഹിച്ചു കൊള്ളുക. പിതൃസ്നേഹം, പുത്രസ്നേഹം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് ഭംഗമാവാൻ പാടില്ലെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ കഴുത്തിൽ മുറിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഒരാട് വരുമെന്ന്, ജിബ്രീൽ ഒരു ബലിമൃഗത്തെ കൊണ്ടുവരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കുഞ്ഞിന്റെ കഴുത്ത് മുറിക്കുമ്പോ ആ ചോര തന്റെ മുഖത്തേക്ക് ചിറ്റിത്തെറിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഉപ്പ മൂർച്ചയേറിയ കഠാര ആ പിഞ്ചു പൈതലിന്റെ കഴുത്തിൽ വെക്കുന്നത്. നോക്കണം, മുറിയുന്നില്ല. അത്ഭുതം. എന്റെ കത്തിക്ക് മൂർച്ചയില്ലേ? അടുത്ത് കണ്ട പാറയിൽ ആഞ്ഞു വെട്ടിയപ്പോൾ പാറ 2 പിളർപ്പായി മാറുന്നു. വീണ്ടും ശ്രമിച്ചു, പരീക്ഷണത്തിൽ വിജയിച്ചു. ഇബ്രാഹിം. അതുകൊണ്ട് മകനെ ബലി നൽകേണ്ടത് ആടിനെയാണ്, ഒട്ടകത്തെയാണ്. അതും സ്മരിക്കപ്പെടണം അന്ത്യനാള് വരെ. അതും സ്മരിക്കപ്പെടണം. ബലിമൃഗത്തെ അറുക്കണം. ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത്? അത് ഉളഹിയ്യത്താണ്. ചെറുപെരുന്നാളിന്റെ പ്രത്യേകത എന്ത്? ഫിത്ർ സക്കാത്താണ്. ബലിപെരുന്നാളിന്റെതോ ഉളഹിയ്യത്തുമാണ്. അതിലൂടെയോ പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഏത് മതത്തിന്റെ ആഘോഷങ്ങൾക്കാണ് ജീവകാരുണ്യപരമായ പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റുന്ന, അവന്റെ ചുട്ടടക്കുന്ന ഇത്തരം കാരുണ്യപരമായ പ്രവർത്തനമുള്ളത്? ഓണം വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ എത്ര മദ്യക്കുപ്പികൾ വിൽപ്പന നടത്തി എന്നുള്ളതാണ്.
എത്ര മദ്യക്കുപ്പികളിലൂടെ പണം സമ്പാദിച്ചു എന്നുള്ളതാണ് കണക്ക് കളിയെങ്കിൽ, പ്രിയമുള്ളവരെ, വലിയ ചെറുപെരുന്നാളും വരുമ്പം എത്ര മനുഷ്യർക്ക് അന്നം നൽകി എന്നുള്ളതാണ്, എത്ര മനുഷ്യർക്ക് മാംസം നൽകി, അരിഭക്ഷണം നൽകി എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്ത് ഇത്ര കണ്ട് ജീവകാരുണ്യപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു മതാഘോഷം വേറെയുണ്ടോ? ഇല്ല. അതുകൊണ്ട് ബലിപെരുന്നാൾ സ്മരിക്കപ്പെടേണ്ടതാണ്. അത് ത്യാഗത്തിന്റെ ഓർമ്മകളാണ്, അത് സമർപ്പണത്തിന്റെ ഓർമ്മകളാണ്. ആ സമർപ്പണത്തിന്റെ പ്രതീകമായി കഅബ അവിടെയുണ്ട്, ജനലക്ഷങ്ങൾ അവിടെയുണ്ട്. ഊഷരഭൂമിയിലേക്ക് ജനരഹിതമായ ഫലശൂന്യമായ ആ ഭൂമിയിൽ ഇന്ന് ഫലങ്ങളുണ്ട്, ജനങ്ങളുണ്ട്, ജലമുണ്ട്, ഒരിക്കലും തീരാത്ത ജലമുണ്ട്. നോക്കണേ, അത്ഭുതമാണ്. ത്യാഗമാണ് അനുസ്മരിക്കപ്പെടുക. ത്യാഗത്തിലൂടെയാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുക. ഒരിക്കലും അവസാനിക്കാത്ത ഗുണഫലങ്ങൾ അതിലൂടെയാണ് ഉണ്ടാകുക. ആ കഅബയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ആയിരങ്ങൾ ഇന്നുമുണ്ട്. ആ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിക്കുന്നവരുന്നുണ്ട്. അതുകൊണ്ട് നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ജീവിതമെന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. ജീവിതമെന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ആ ത്യാഗത്തിലൂടെ മാത്രമേ ഓർക്കപ്പെടുകയുള്ളൂ. ചരിത്രത്തിലുടനീളം അങ്ങനെയാണ്. ദീനിനു വേണ്ടി ത്യാഗം ചെയ്തവരും സമർപ്പിച്ചവരും അവിടെ എന്നും അനുസ്മരിക്കപ്പെടുക. അതുകൊണ്ട് ഓർക്കണം ദീനിനു വേണ്ടി ത്യാഗം ചെയ്തവരെ, ഓർക്കണം ദീനിനു വേണ്ടി രക്തസാക്ഷികളായ ശുഹദാക്കളെ, ഓർക്കണം ദീനിനു വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടി ജയിൽവാസം അനുഷ്ഠിക്കുന്നവരെ, കൽത്തുറങ്കുകളിൽ അടക്കപ്പെട്ടവരെ, അതിന്റെ പേരിൽ മുറിവുകളും പ്രയാസങ്ങളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങിയവരെ. ശിർക്കെന്നും ഏകാധിപത്യമാണ്. അതിനെതിരെയുള്ള പോരാട്ടം സത്യവിശ്വാസിയുടെ പ്രവാചകത്വ മാതൃകയുടെ ഭാഗമാണ് എന്ന് ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് ഈ മസ്ജിദിന്റെ ചുറ്റുഭാഗത്തും മറവിട്ട് കിടക്കുന്ന നിങ്ങൾ പലരുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ അവരുടെ സ്വർഗ്ഗം പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ദോഷങ്ങൾ പുറത്തു അവരെയും നമ്മളെ